ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ 27ാമത്തെയും 28ാമത്തെ എപ്പിസോഡ് ഒരുമിച്ചാണ് കാണാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന് സ്റ്റാർട്ടിംഗ് സീനിൽ കാണുവാണ് സിലിയുടെ പപ്പയും അമ്മയും മനസ്സിലാക്കി ഇവരെന്തോ ഒരു കാര്യത്തിന് വേണ്ടി പിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ സിലിയുടെ അമ്മ വന്ന് സിലിയെ വന്ന് ഉപദേശിച്ചു കൊടുക്കുവാണ്. മോളെ, ഇപ്പോൾ വിവാഹജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളൊക്കെ സാഹചര്യമല്ലേ. മോളൊരു ചെറിയ കാര്യം വരുമ്പോഴേക്കിന് വീട്ടിൽ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഇതേ സമയം സിലിയുടെ പപ്പയാണെങ്കിൽ യുവിനെ ഉപദേശിക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നാലും നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് പോകണം. മാത്രമല്ല എൻ്റെ മോൾക്ക് ഇച്ചിരി മുൻകോപം കൂടുതലാണ്, നീ അതെങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അവളെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്ന് പറഞ്ഞ് യുവിനെ സെറ്റാക്കി വിടുവാണ്. യു നേരെ ചെന്ന് സിലിയുടെ അടുത്ത് ചോദിക്കുവാണ്, ഓക്കെ, ഇത് എനിക്കും വക്കീലിന് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു ഈ ഒരു പേപ്പറിൻ്റെ കാര്യം, മീൻസ് ആ ഒരു ലീഗൽ പേപ്പറിൻ്റെ കാര്യം, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ വേണം എന്നുള്ള കാര്യം. പക്ഷെ അത് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് സിലി പറയുകയാണ് ടിയാന പറഞ്ഞതെന്ന്. മാത്രമല്ല സിലി ഓൾറെഡി നല്ല കലിപ്പിലാണ് നമ്മുടെ യുവിൻ്റെ അടുത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഫാമിലി കാരണമാണ് ഇവളുടെ ചേച്ചി മരിച്ചതെന്നല്ലേ നമ്മുടെ സിലി വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ സിലി എടുത്തുകൊണ്ട് നമ്മുടെ യുവിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, ഗ്രാൻഡ് ഒരാൾ കാരണം എൻ്റെ ചേച്ചി മരിച്ച, അല്ലെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ യു പറഞ്ഞു, നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവിൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ച കാര്യം പോലും ഗ്രാൻഡ് പിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടുന്ന് വഴക്കുണ്ടാക്കി ഗ്രാൻഡ് പി ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് എൻ്റെ ചേട്ടൻ പോയത്. അതുകൊണ്ട് തന്നെ അവൻ മാരേജ് ചെയ്ത കാര്യം, കുഞ്ഞുണ്ടായ കാര്യമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ മരിച്ചപ്പോഴാണ് യുവും ഫാമിലി മീൻസ് ഗ്രാൻഡ് പി എല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ സിലി ആ കൺഫ്യൂഷൻ ആവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ ടിയാൻ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രതികാരം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തുവാന്ന്. എന്നിട്ട് സിലി മനസ്സിൽ വിചാരിക്കും, ഇങ്ങനെ ഞാൻ കൺഫ്യൂഷൻ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല, ഇനി എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും എന്തൊക്കെ അറിയാമെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ചെന്ന് സിലി വന്ന് സിലിയുടെ പപ്പയുടെ അമ്മയുടെ അടുത്തും പറയുവാണ്, വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെ വേർപിരിയാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം എന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യു വന്ന് സിലിയെ കല്യാണം കഴിച്ചതിനുള്ള കാര്യമൊക്കെ പറയുക. അപ്പോൾ അവർക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് സിലി ചോദിക്കണം, അമ്മ പപ്പ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ കറക്റ്റ് കാര്യം പറയാം, എന്തിനാണ് എൻ്റെ ചേച്ചി ഫോറിനെ പോയെന്ന്. അപ്പോഴാണ് നമ്മുടെ സിലിയുടെ അമ്മ ഫ്ലാഷ് ബാക്ക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. സത്യം പറഞ്ഞാൽ സിലിയുടെ ചേച്ചി വന്നാൽ അവർക്കുണ്ടായതല്ല, അത് ആ ഒരു കൊച്ചിനെ വന്നു, മീൻസ് സിലിയുടെ ചേച്ചീനെ അനാഥാലയത്തിൽ നിന്ന് അവർ ദത്തെടുത്തുകൊണ്ട് വന്നതാണ്. സിലിയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ആദ്യം പിള്ളേരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ദത്തെടുത്ത് വന്നതിന് ശേഷം പിന്നീടാണ് സിലിയെ പ്രഗ്നൻ്റ് ആവുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന കൊച്ചായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. അവൾ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ അവൾ വന്ന് അവളൊരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഫോറിനെ പോയി പഠിക്കുന്നതിന് ആരും തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സിലിയുടെ ചേച്ചി ഇവിടുന്ന് പോയത്. പിന്നെയാണ് മാരേജ് കഴിഞ്ഞെന്ന് അറിഞ്ഞതും അതുപോലെ തന്നെ കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞതും പിന്നെ മരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരറിഞ്ഞിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ സിലിക്ക് ആകെ മൊത്തത്തിൽ ഡൗട്ടായി. അതുകൊണ്ട് തന്നെ സിലി ടിയാൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ്, ഈ കൂട്ടുകാരൻ്റെ കൂടെയാണോ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സിലിയുടെ അമ്മ പറയാം, അതെ, ഈ ചെറുക്കൻ്റെ കൂടെയാണ് ഇവിടുന്ന് ഫോറിനെ പോയെന്ന് പറയണം. അപ്പോൾ സിലി തീരുമാനിക്കണം, ഓക്കെ, ഇത് എല്ലാം ശരിയാക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ആലോചിക്കുമ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ ഓൾറെഡി നമ്മുടെ ബ്രഹ്മ കമ്പനി മീൻസ് നമ്മുടെ സോങ്ങിൻ്റെ കമ്പനിയിൽ ആദ്യം സെയിൽസ് ഗേൾ ആയിട്ടില്ലേ നിന്നെ. ആ സമയത്ത് ടിയാൻ അവിടെ വന്ന് ജ്വല്ലറി ഒക്കെ നോക്കത്തില്ലായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് വന്ന് ഇവിടെ അടുത്തുള്ളൊരു അനാഥാലയത്തിലുള്ള പിള്ളേർക്ക് വേണ്ടി അതെല്ലാം വാങ്ങിച്ചോണ്ട് പോകുന്നതെന്ന്. അങ്ങനെ സിലിയുടെ അമ്മയുടെ അടുത്ത് ഏത് അനാഥാലയത്തിലാണ് അവർ എവിടുന്ന് ദത്തെടുത്തതെന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇവർ അനാഥാലയത്തിൽ പോകുന്ന സമയത്താണ് മനസ്സിലാവുന്നത്, ഒരു വർഷം മുമ്പ് ഈ അനാഥാലയം വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എങ്ങനെയൊക്കെയോ അവിടെയുള്ളൊരു കുറേ വർഷമായിട്ട് വർക്ക് ചെയ്തിരുന്നൊരു ലേഡിയുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഇവർ ആ ലേഡിയെ പോയി മീറ്റ് ചെയ്ത് സംസാരിക്കുവാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഓൾറെഡി ഒരു അറിയാവുന്ന പ്രായത്തിലാണ് സിലിയുടെ ചേച്ചിയെ ദത്തെടുത്തുകൊണ്ട് പോയേക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഈ സിലിയുടെ ചേച്ചി അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ ഒരു ചെറുക്കനെ കൊണ്ടുവന്നതാണ് ഈ ടിയാൻ എന്ന് പറയുന്ന ചെറുക്കൻ. അവൻ വന്ന് അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ വന്ന് അവൻ്റെ പപ്പയും അമ്മയുടെ മരണശേഷം ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുറേ പേര് ഇവനെ ബുള്ളി ചെയ്യലുണ്ടായി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിച്ചത് ഈ സിലിയുടെ ചേച്ചി. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഈ ടിയാൻ വന്ന് നമ്മുടെ സിലിയുടെ ചേച്ചിയെ വളരെ ഒരു ഫാമിലി മെമ്പറിൻ്റെ പോലെ അത്രയും കെയർ എടുത്ത് നോക്കുമായിരുന്നു എന്നൊക്കെ അവർ പറയുവാണ്. അതുപോലെ തന്നെ സിലി ചോദിക്കുക അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുകയാണ്, നല്ലൊരു പയ്യനാ, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ക്യാരക്ടറാണെന്നൊക്കെ പറയുകയാണ്. പിന്നെ അവർ വീട്ടിൽ വരുവാണ്. അപ്പോൾ സിലിക്ക് ഏകദേശം ഒരു ദേഷ്യമൊക്കെ ഒന്ന് ആറിയ കണക്കാം. അപ്പോൾ നമ്മുടെ യുവിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ കേട്ടോ. സിലി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് മിണ്ടുന്നൊന്നുമില്ല. അങ്ങനെ സിലി ചെന്ന് കിടക്കുമ്പോൾ യു അവളുടെ അടുത്ത് ചെന്ന് കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സോറി സിലി, ഞാൻ ആദ്യം നിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, നമ്മൾ എന്താ പറയുന്നത്, നല്ലൊരു റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്തപ്പോഴേ നിൻ്റെ അടുത്ത് ഈ കാര്യമൊക്കെ തുറന്ന് പറയണമായിരുന്നു, പക്ഷേ നീ ഇനി എന്തെങ്കിലും വിചാരിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാനത് ആദ്യം തുറന്ന് പറയാഞ്ഞത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്കായിരുന്നു നിന്നെ കല്യാണം കഴിച്ചെന്നുള്ളതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ അതിനുശേഷം ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് നിന്നോടുള്ളത് ആത്മാർത്ഥമായ പ്രണയമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് കരയുവാണ്. ഇതിന് സിലി ഒരു വാക്ക് പോലും മിണ്ടത്തില്ല കേട്ടോ. പിറ്റേന്ന് ഇവള് വന്നിട്ട് സിലി വന്ന് തിരിച്ച് നമ്മുടെ യുവിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം, പിള്ളേരും കുട്ടിയൊക്കെ വീട്ടിൽ പോകാം. എന്നിട്ട് പോലും സിലി ഒരു വാക്ക് പോലും യുവിൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. യു ആണെങ്കിൽ ഭയങ്കര സാഡുമാണ്.
ആ ടൈമിൽ സിലിയെ സോങ് വിളിച്ചിട്ട് കുറേ വഴക്ക് പറയാം. എടി ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലയോ, എന്നിട്ട് നീ എന്താ ഒരു വാക്ക് പോലും എൻ്റെ അടുത്ത് പറഞ്ഞേ, നിങ്ങളെന്താ ഡിവേഴ്സ് ചെയ്യാൻ പോവാണോ, എന്നിട്ട് നിനക്ക് എൻ്റെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് സോങ് ഫോൺ കട്ടി തരുക. എന്നിട്ട് സോങ് ഫോണിൽ നോക്കുക, അവൾ ഇപ്പോൾ തിരിച്ചു വിളിക്കുന്നു, പക്ഷേ സിലി വിളിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്നിട്ട് സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലി നമ്പർ ബ്ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് വിചാരിക്കുകയാണ് ഓക്കെ ടീച്ചറെ വിളിച്ച് ചോദിക്കാം, അപ്പോൾ ടീച്ചർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാലോ ഒന്ന്. ടീച്ചർ വിളിക്കുന്ന സമയത്ത് ടീച്ചർ പറയുകയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് എപ്പോഴേ അറിയാമായിരുന്നു, ഫസ്റ്റ് ഞാൻ അറിഞ്ഞെന്ന് പറയാം. അപ്പോൾ സോങ്ങിന് പിന്നെയും ദേഷ്യം വരും. സോങ് പിന്നെയും ഫോൺ കട്ട് ചെയ്തിട്ട് ടീച്ചറുടെ നമ്പറും ബ്ലോക്ക് ചെയ്താലായിരിക്കും. അത് ശരി, അപ്പോൾ പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കാര്യം അറിയാത്ത, എൻ്റെ അടുത്ത് മാത്രം ആർക്കും ഒരു സ്നേഹമില്ല, ആരും എൻ്റെ അടുത്തൊരു കാര്യം പറയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സിലി നേരെ നമ്മുടെ സോങ്ങിനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നേക്കാം. അപ്പോൾ വാലെല്ലാം തുറന്നു കഴിയുമ്പോൾ സിലി നടന്ന എല്ലാ കാര്യങ്ങളും സോങ്ങിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ സോങ്ങിന് അതിനേക്കാൾ ദേഷ്യം വരുന്നത്. സോങ് പറയാണ് എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ നിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനെ അവൻ ചെയ്ത തെറ്റ് ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ സോങ് പറയണം. അപ്പോൾ സിലി പറയുകയാണ് എനിക്ക് വളരെ അർജൻറ്റായിട്ട് നിൻ്റെ കയ്യിൽ നിന്നൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് എന്തൊരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടിയത് കാണിക്കുന്നത് നമ്മുടെ യുവിന് വന്ന് അവൻ്റെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നേക്കുക. വേറെ ഒന്നുമല്ല, അന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞില്ലായിരുന്നു നമുക്ക് വോട്ടിംഗ് വെച്ചിട്ട് വേണം തീരുമാനിക്കാൻ ആരാണ് നെക്സ്റ്റ് CEO. കാരണം ടിയാനും നമ്മുടെ യുവിനും സെയിം നമ്പർ ഓഫ് ഷെയർസ് ആളെന്നും. അതിന് വേണ്ടിയാണ് ഈ ബോർഡ് ഓഫ് മെമ്പേഴ്സിൻ്റെ കോൾ വന്നിട്ട് അവൻ ചെന്നിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ടിയാൻ വന്ന് എന്തോ ചെയ്തിട്ട് പൈസ കൊടുത്തിട്ടാണോ എന്തോന്ന് അറിഞ്ഞില്ല, ആ ബോർഡ് മെമ്പേഴ്സ് എല്ലാം തന്നെ അവൻ്റെ സൈഡ് അയക്കുക. അതുകൊണ്ട് എല്ലാവരും ടിയാന് തന്നെ വോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആരാ CEO ആവേണ്ട, ടിയാനല്ലേ. അപ്പോൾ ടിയാൻ പറയണോ ഓക്കെ ഞാനല്ലേ ഇപ്പോൾ CEO, അപ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ട് നമ്മുടെ യുവിനെ ഇറക്കി വിടാൻ നിൽക്കണം. ആ സമയത്താണ് നമ്മുടെ സോങ്ങിൻ്റെ എൻട്രി. സോങ്ങും സിലിയും കൂടി അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് സോങ് പറയുകയാണ് നിനക്ക് ഇറക്കി വിടാൻ വരട്ടെ, ഇവിടെയുള്ള ബോർഡ് മെമ്പേഴ്സിനേക്കാളൊക്കെ ഇരട്ടി ഷെയർ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഞാൻ പറയുന്നതാണ് ലാസ്റ്റ് വാക്ക്, യു വന്ന് CEO ആയിട്ട് ഇരുന്നാൽ മതി, വേറെ ആരും ഇരിക്കണമെന്ന് പറയാം. അപ്പോൾ പിന്നെ ബോർഡ് മെമ്പേഴ്സിനൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവരെക്കാൾ ഷെയർ കൂടുതൽ നമ്മുടെ സോങ്ങിനാണല്ലോ. അങ്ങനെ ലാസ്റ്റ് അവൻ്റെ ആ ഒരു പൊസിഷൻ പിന്നെയും അവന് തന്നെ കിട്ടുവാണ്, യുവിന് തന്നെ കിട്ടുവാണ്. അത് കഴിഞ്ഞ് യു ആണെങ്കിൽ സോങ്ങിന് താങ്ക്സ് പറയാൻ പോകുന്ന സമയത്ത് സിലി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സോങ് പറയുകയാണ് നീ എനിക്കല്ല താങ്ക്സ് പറയാം, നിൻ്റെ വൈഫില്ല അവൾക്ക് താങ്ക്സ് പറ, അവൾ ഒറ്റയെടുത്തി കാരണം നീ പോസ്റ്റിലിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് സോങ് പറയുകയാണ് നിങ്ങൾ എന്തായാലും പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കും, ഞാൻ ഇവിടുന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ആ സമയത്ത് സിലി ഒന്നും അനങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ യു താങ്ക്സ് പറയാൻ വരുന്ന സമയത്ത് സിലി പറയുകയാണ് നീ എനിക്ക് താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല, ഞാനിത് കുട്ടിച്ചെറുക്കനും കുഞ്ഞിപ്പെണ്ണിനും വേണ്ടി മാത്രമാണ് ചെയ്തതല്ല, അത് നിന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ഡിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ ഫോർവേഡായിട്ട് പോവാണ്, എനിക്ക് ഡിവേഴ്സ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിലി അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അന്ന് ആ സിലിയും യുവും കൂടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് പേക്ക് സിലിയുടെ അടുത്ത് എന്തോ ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കണം, അതുകൊണ്ട് തന്നെ യുവിൻ്റെ അടുത്ത് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് യുവിനെ അങ്ങ് വിടുവാണ്. എന്നിട്ട് സിലിയുടെ അടുത്ത് ആ കാര്യം പറയാൻ വരുന്ന സമയത്ത് നമ്മുടെ ഗ്രാൻഡ് പേക്ക് നെഞ്ചുവേദന വരുവാണ്. അങ്ങനെ യു പെട്ടെന്ന് നമ്മുടെ ഗ്രാൻഡ് പേ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ആ ടൈം തന്നെ നമ്മുടെ സിലിക്ക് വന്ന് ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങും തല കറങ്ങുന്ന പോലെയുള്ളതുകൊണ്ട് അവൾ കാർഡിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ പ്രഗ്നൻ്റ് ആണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷന് അവളെങ്ങനെ പറയും അവൻ്റെ അടുത്ത് പ്രഗ്നൻ്റ് ആണ്? അവൾ വിചാരിക്കുവാണ് ഈ കാര്യം ഞാൻ എന്തുമായാലും ആരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പോകുന്നില്ല, കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഇവളുടെ പപ്പയും അമ്മയാണെങ്കിൽ ഇവളെ കമ്പനി ചെയ്യത്തില്ല അവൻ്റെ കൂടെ ജീവിക്കാൻ. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു കാര്യം യു അറിയാതെ ഞാൻ നോക്കുന്ന അവൾ തീരുമാനിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് ഇതേ സമയം തന്നെ ടിയാൻ്റെ ഒരു മെസ്സേജ് വരുവാണ് സിലിക്ക്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർജൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. അപ്പോൾ സിലി വന്ന് ടിയാനെ കാണാൻ പോവാണ്. ടിയാനെ കാണാൻ പോകുന്ന സമയത്ത് പറയാണ് നീ എൻ്റെ കൂടെ നിന്നിട്ട് നമ്മുടെ യുവിൻ്റെ ഫാമിലിയെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിൽക്കണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് യുവിൻ്റെ ട്വിൻ ബ്രദർ, അതുകൊണ്ട് തന്നെ യുവിൻ്റെ അതേ കണക്കായിരിക്കും കാണാൻ. മാത്രമല്ല ഓൾറെഡി ടിയാൻ വന്ന് നമ്മുടെ സിലിയുടെ ചേച്ചി വന്ന് പ്രപ്പോസ് ചെയ്യാനായിട്ട് പോയി കാണും. ആ സമയത്തായിരിക്കും ഇവൾ പറയുന്നത്, നമ്മുടെ സിലിയുടെ ചേച്ചി പറയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി യുവിൻ്റെ ചേട്ടനെ കല്യാണം കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കാം. അതിനുശേഷം പിന്നെ അറിയുന്നത് നമ്മുടെ സിലിയുടെ ചേച്ചി മരിച്ചതിന് ശേഷമാണ് ഇവൻ പിന്നെയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതെന്നും ടിയാൻ പറയുകയാണ് സത്യം പറഞ്ഞാൽ നിൻ്റെ ചേച്ചി മരിക്കാൻ കാരണമേ അവരുടെ വീട്ടുകാർ മാത്രമല്ല നമ്മുടെ യുവിൻ്റെ ചേട്ടനാ. ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കി കാർ ഓടിച്ചുകൊണ്ട് പോയതാണ് ആക്സിഡൻ്റ് ആയിട്ട് നിൻ്റെ ചേച്ചി അതുപോലെ യുവിൻ്റെ ചേട്ടനും മരിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് റെക്കോർഡ് കേൾക്കുക. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ നമ്മുടെ സിലിയുടെ അവസ്ഥ പറയണ്ടല്ലോ. നേരിട്ട് യുവിന് ഇതിൽ ബന്ധമില്ലെങ്കിൽ പോലും യുവിൻ്റെ ചേട്ടൻ കാരണമാണല്ലോ ഇവളുടെ ചേച്ചി മരിച്ചു, ഇവൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഇവളുടെ ചേച്ചിയെ. അപ്പോൾ അതുകൊണ്ട് സിലി വിചാരിക്കും ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇനി ഡിവേഴ്സ് ചെയ്തിട്ട് കാര്യം, ഇങ്ങനെ എടുത്തിൻ്റെ കൂടെ എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിൽ ചെന്ന് യുവിന് ഈ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ച് വെക്കുക. ഇത് കേട്ട് നോക്കുക, ഇനി ഞാൻ നിൻ്റെ കൂടെ ജീവിക്കണം എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ യു ഒന്നും കൂടി ആ വോയിസ് റെക്കോർഡ് കേട്ടിട്ട് പറയണം നിൽക്ക് ഈ വോയിസ് റെക്കോർഡ് നീ ഒന്നും കൂടി കേട്ടു നോക്കുക, ലാസ്റ്റ് എന്തോ ഇതിൻ്റെ എൻഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് പാ വന്നിട്ട് ഇവരോട് ചോദിക്കണം നിങ്ങൾ എന്ത് ഈ നേരത്തെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.